തലശ്ശേരി നോർത്ത് ഉപജില്ലാ കലോത്സവം രണ്ട് സ്കൂളിലായി, അതായത് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളും മമ്പറം UP സ്കൂളിലുമായി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UP സ്കൂളിലെ ടീച്ചേഴ്സാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ സ്കൂളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ രീതിയിലാണ് അവർ ഈ ഒരു കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് നമുക്ക് അവരോട് ചോദിച്ചറിയാം. സ്കൂളിന്റെ HM ആണ് ഇവിടെ ഉള്ളത്. ടീച്ചർ, എങ്ങനെയാണ് ഈ ഒരു കലോത്സവം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്? നമ്മുടെ സബ് ജില്ലാ കലോത്സവമാണ് ഇന്നലെയും ഇന്നാന്നും ഇന്നുമായിട്ട് 3 ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങൾ ഇവിടെ നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 7 വർഷത്തിന് ശേഷമാണ് ഒരു സബ് ജില്ലാ കലോത്സവം മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിലും മമ്പറം UP സ്കൂളിൽ വെച്ച് നടക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു. നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ PTയുടെ ഒക്കെ വളരെ സജീവമായുള്ള സഹകരണം ഈ ഒരു രംഗത്തുണ്ട്. നമ്മുടെ സ്കൂളും പരിസരവും ഒക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അത്രയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഒരു മികച്ച ഹരിത വിദ്യാലയമാണ്. അതിനു കൂടെയുള്ള തെളിവുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മളെ സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ PTയുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് നാട്ടുകാരും വളരെ നല്ല രീതിയിൽ ഈ ഒരു സ്ഥാപനത്തെ, ഒരു വിദ്യാലയത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇവരൊക്കെ നെഞ്ചിലേറ്റുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കലാമേള നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇതുവരെ നടന്ന ഈ 2 ദിവസങ്ങളിൽ കഴിഞ്ഞ് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങൾ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ ഒരു ദിവസവും കൂടെ നമ്മൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെയാണ് നമ്മൾ ആത്മവിശ്വാസമുണ്ട്. സാർ, എങ്ങനെയായിരുന്നു ഈ ഒരു കലോത്സവത്തിന്റെ മുന്നോടിയായിട്ട് നിങ്ങളുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും? മമ്പറം UPയുടെ നാഴികക്കല്ലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നമുക്ക് ഈ കൈവന്നത്. മമ്പറം ഹൈസ്കൂളോട് ചേർന്ന് തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും മമ്പറം UPയും അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ മേളയുടെ വിളംബര ജാഥ, റോഡ് ഷോ, അത് ഒരു വൻ വിജയമാക്കാൻ ഹൈസ്കൂളിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ PT ഒക്കെ ഊർജിതമായി ശ്രമിച്ചതുകൊണ്ട് തന്നെ അതൊരു വൻ വിജയമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മേളയുടെ 3ാമത് ദിവസമാണ്. ഇന്ന് വരെ സ്കൂളിലെ NCC, റെഡ് ക്രോസ്, PTA എല്ലാ സ്റ്റാഫുകളും പല വേദികളിലും അവരുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് ഈ പരിപാടി ഒരു വൻ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ, നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എല്ലാ കുട്ടികളും ഇവിടെയുള്ള JRC ആയാലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആയാലും ഒക്കെ ഈ ഒരു സ്കൂളിനെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ കുട്ടികളുടെ ഈ ഒരു മികച്ച ടീച്ചേഴ്സിന്റെ നല്ലൊരു സഹകരണമാണ്. JRC സ്കൗട്ട് അവരെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് അവർ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൈസ്കൂളിലെ മക്കളും നല്ല രീതിയിൽ നല്ലൊരു സഹകരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കലോത്സവത്തിന്റെ മുന്നോടിയായി കുറെ ക്ലാസ്സുകൾ കട്ട് ആയിട്ടുണ്ടാവൂലേ? അപ്പൊ എങ്ങനെയുണ്ട്? അതിന് കഴിഞ്ഞിട്ട് വേണം എല്ലാം മേക്കപ്പ് ചെയ്യാൻ. അതെ. ഓക്കെ, എന്തായാലും ഈ ഒരു കലോത്സവം മമ്പറം UP സ്കൂളിൽ 7 വർഷത്തിന് ശേഷം നടക്കുന്നത് എല്ലാവരുടെയും ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് ഇവരുടെ മുഖത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കലോത്സവം ഇത്ര നല്ല രീതിയിൽ ഈ ഒരു സ്കൂളിനെ നല്ല വൃത്തിയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുന്നതും അവരുടെ ഈ ഒരു മുഖത്ത് തന്നെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ.